കോതമംഗലം കുട്ടമ്പുഴ പഞ്ചായത്തിലെ അട്ടിക്കളത്ത് തുടർച്ചയായ മൂന്നാം ദിവസവും രാത്രി കാട്ടാനിറങ്ങി കൃഷിയിടങ്ങൾ നശിപ്പിച്ചു. രാത്രി 10 മണിയോടെ ജനവാസ മേഖലയായ അട്ടിക്കളം ഭാഗത്ത് വരുന്ന കാട്ടാനക്കൂട്ടം കാർഷിക വിഭവങ്ങൾ ചവിട്ടിമെതിച്ചും തിന്നും നശിപ്പിച്ചിട്ട് പുലർച്ചെയാണ് മടങ്ങുന്നത്. ചൊവ്വാഴ്ച പുലർച്ചെ 5ഓളം ആനകളാണ് ജനവാസ മേഖലയിലെത്തി മടങ്ങിയത്. കർഷകരുടെ വാഴ, കൊക്കോ, തെങ്ങ്, കവുങ്ങ് തുടങ്ങിയ കൃഷികളാണ് പ്രധാനമായും നശിപ്പിച്ചത്. കാട്ടാനക്കൂട്ടം ഈ പ്രദേശം ലക്ഷ്യമാക്കി തുടർച്ചയായി എത്തുന്നത് നാട്ടുകാരെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. കാട്ടാന ഭീഷണി മൂലം ഇവിടെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് പ്രദേശവാസിയായ അരുൺ പറഞ്ഞു. കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എല്ലാ ദിവസവും വൈകുന്നേരം ഒരു 8:30-9 മണിയാകുമ്പോൾ വന്ന് കയറി കഴിഞ്ഞാൽ വെളുപ്പിന് 5 മണി 6 മണിയാവുന്ന വരെ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. മൊത്തം എല്ലാം 3 ദിവസമായി അടുപ്പിച്ച് ഇങ്ങനെ ആന വന്ന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതാണ് കാര്യങ്ങൾ. വാഴ, അടയ്ക്കാമരം, തെങ്ങ്, അങ്ങനെ ഇന്നൊന്നുമില്ല, എല്ലാം ഇതാണ് അവസ്ഥ. അവിടുത്തെ എല്ലാം കാണാലോ നിങ്ങൾക്ക്. പിന്നെയാണ് പേരാരും. ഫെൻസിംഗ് സംവിധാനത്തിലുള്ള നടപടികൾ വേഗത്തിലാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബി കെ.എ. പറഞ്ഞു. കുട്ടമ്പുഴ പഞ്ചായത്തിലെ അട്ടിക്കളം മേഖലയിൽ 15-ാം വാർഡിൽ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ആന നിരന്തരം ശല്യമാണ്. ഇവിടെ ഫെൻസിങ് സംവിധാനം ടെൻഡർ ആയിട്ടില്ല. അതാണ് ഇവിടെ ആളുകൾക്ക് കിടന്നുറങ്ങാൻ പറ്റാത്ത രീതിയിൽ 8 മണി 9 മണിയാകുമ്പോൾ ആന വന്നു കഴിഞ്ഞാൽ പുലർച്ച വരെ പറമ്പുകളിൽ നിന്ന്. ഇന്നലെ അവിടെ ഒരു മതിലിടിച്ച് കളഞ്ഞ് വീടിന്റെ മുന്നിൽ പോയി അട്ടിക്കളം കുരിശിങ്ങിന്റെ അടുത്തേക്കടെയാണ് ആന തിരിച്ച് പുഴയിൽ ചാടിയാണ് പോയത്. ആനയുടെ ഭയങ്കരമായ ഒരു ഇതാണ്. കൃഷികളെ ദേഹഖണ്ഡങ്ങളെല്ലാം കണ്ട് നശിപ്പിക്കുകയാണ്. ഇത്രയും വളർത്തി വലുതാക്കി കൊലച്ച വാഴകൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കർഷകന്റെ അവസ്ഥ എന്തായി? ആളുകൾക്ക് ജീവിക്കാൻ, ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകൾക്കൊക്കെ പേടി കൂടാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായി. അപ്പൊ അടിയന്തരമായിട്ട് ഫെൻസിങ് സംവിധാനം ഇവിടെ എടുത്ത കോൺട്രാക്ടറെ കൊണ്ട് ഫോറസ്റ്റുകാർ എത്രയും പെട്ടെന്ന് നടപടിയാക്കണം. പഞ്ചായത്ത് പൈസ ഫോറസ്റ്റിന് മാറിക്കൊടുത്തേക്കണെയാണ്. ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് എത്രയും പെട്ടെന്ന് ഫെൻസിങ് സംരക്ഷണം ഉണ്ടാവണം എന്നാണ് മെമ്പർ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക്, കൊച്ചിവട്ടം.